ഈസീനിയോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് 2 കിലോ ചിക്കൻ ഉണ്ട്. അത് നന്നായി ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 3 സവാള വലിയത് കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ 3 തക്കാളി, അത് മീഡിയം സൈസിലുള്ള 3 കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 12 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 കഷ്ണം ചെറിയ ഇഞ്ചി ചതച്ചതുണ്ട്. പിന്നെ 3 അല്ലി വേപ്പില, അതെല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 50 ഗ്രാം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതുപോലെ തന്നെ 50 ഗ്രാം മുന്തിരി, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഒരു ചെറുനാരങ്ങ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് 9 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ബിരിയാണിക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്, വെളിച്ചെണ്ണ വേണ്ട. ഇനി ചിക്കനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ ടേബിൾ സ്പൂണ് മുളകും പൊടി ഇടുക. പാകത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് ഇഞ്ചി, 1 ടീസ്പൂണ് ചതച്ച പച്ചമുളക്, വേപ്പില 1 തണ്ട്, മല്ലിയില കുറച്ച്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കണം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മളുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പൊടികളെല്ലാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് എരിവൊക്കെ നോക്കി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കുറച്ച് എരിവൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല പാകമാണ്. ഇനി നമ്മളെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. 1/2 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ നന്നായി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം നല്ല പാകമാണ്. ഇനി ഇതൊരു 1/2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. 1/2 മണിക്കൂർ വെച്ചാലാണ് നമ്മളെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വറുത്തെടുക്കുമ്പോൾ, ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി റൈസിന്റെ കാര്യങ്ങൾ നോക്കാം. ഇത് 1 കിലോ ജീരകശാല അരി, ചെറിയ അരിയാണിത്. അപ്പോൾ ഇത് നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. ഒരു 15 മിനിറ്റ് എങ്കിലും വെള്ളം ഒഴിച്ച് വെക്കണം. ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. പാത്രം ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. നേരത്തെ അരിഞ്ഞു വെച്ച 3 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അപ്പോഴാണ് സവാള വാടി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പം നമ്മളുടെ സവാളയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചിയും, 1 ടീസ്പൂണ് വെളുത്തുള്ളിയും, 1 ടീസ്പൂണ് പച്ചമുളക് ചതച്ചതും. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഓയിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇനി ഇതിൽ ഒന്ന് വാടി വന്നിട്ട് ഇനി തക്കാളി ചേർക്കാം. ഈ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വാടി വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒന്ന് എല്ലാം നല്ല പാകത്തിന് ആയിട്ടുണ്ട്. ഇനി 2 വെളുത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. തീ ഒന്ന് നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇടാൻ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചിക്കൻ മസാലയുടെ ഒരു 1/4 ടീസ്പൂൺ, കൂടുതൽ ഇടാൻ പാടില്ല, ഒരു കുത്തുമണം വരും. അപ്പോൾ 1/4 ടീസ്പൂണ് 2 ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളുടെ ബീഫ് മസാലയാണ്, അതാണ് അതിന് ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. മല്ലിപ്പൊടി ഇതിലേക്ക് തീരെ ചേർക്കണ്ട. അതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ മസാലകൾ അതിലുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ നോക്കാം. ശരിക്കും നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ അങ്ങനെ ചെറുതായിട്ട് ഒരു ഒഴിച്ചാൽ കഴിഞ്ഞാൽ ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കി പാകമായാൽ ഒരു മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതുവരെ
ഇതോടെ മാറ്റി വെക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഡാൽഡ ഒഴിക്കാം. വറുക്കാൻ അതിന് ആവശ്യമായ ഓയിൽ ഒഴിക്കണം കേട്ടോ. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വേവിക്കണം. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നന്നായി വെന്തുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടിയിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വറുത്തെടുത്ത് ഉള്ളൊക്കെ നന്നായിട്ട് ഇതാകണ്ട നന്നായി വെന്തിരിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലും പിന്നെ ഡാൽഡയും ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുത്തത്. അത് കാരണം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ മസാലയിലേക്ക് ഇത് ചെരിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് റൈസിന്റെ കാര്യത്തിലേക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ റൈസൊക്കെ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസ് വേവിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് റൈസ് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മുടെ ഈ വെള്ളത്തിന്റെ അളവ് കുറയാൻ പാടില്ല. കുറച്ച് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്നതാണ്. നമ്മുടെ വെള്ളത്തിലേക്ക് ആവശ്യമായ കറുകപ്പട്ട 5 കഷ്ണം, ഗ്രാമ്പു 5 എണ്ണം, ഏലക്കായ 6 എണ്ണം, ഒരു വലിയ ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഉപ്പിട്ടിട്ട് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് 1/4 ടീസ്പൂൺ മതി. അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. കുരു കളഞ്ഞിട്ട് നന്നായി ചോറ് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടീസ്പൂണ് ഡാൽഡ, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, കുറച്ച് മതി മഞ്ഞൾപ്പൊടി. ഈ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരി ഒരു 3/4 വേവാകുമ്പോൾ കൂട്ടണം. നമുക്ക് ഇതിന്റെ മേലെ പൊന്തി കിടക്കണ ഏലക്കായും കരയാമ്പൂവും അങ്ങനെയൊക്കെ എടുത്തിട്ട് മാറ്റി കളയാം. അപ്പൊ നമ്മളുടെ അരിയൊക്കെ 3/4 വേവ് പാകത്തിൽ നന്നായി വെന്തുണ്ട്. 1/4 ഭാഗം ഇനി ദം ചെയ്യുമ്പോൾ അതിൽ കിടന്ന് വേവ്. ഇനി ഇത് ഊറ്റി വെക്കാം. നമ്മുടെ ചോറൊക്കെ 3/4 വേവിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പാൻ വെച്ചിട്ട് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന് മേലെ വിതറാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലൊരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ഇടുക. അതൊരു ചെറിയ തീയിൽ ഗോൾഡൻ കളർ വരെ വറുത്തെടുക്കുക. നമ്മളുടെ സവാള വറുത്ത് കോരിയുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നല്ല പാകമായിട്ട് അത് വറുത്ത് കോരാം. അടുത്തത് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരി കോരിയെടുക്കാം. നമ്മുടെ ഈ വറുത്ത പാനിൽ തന്നെ നമ്മുടെ 2 ടീസ്പൂണ് ഡാൽഡ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടുള്ള ഡാൽഡയാണ് ഒഴിക്കേണ്ടത്. അപ്പോഴാണ് നല്ല ബിരിയാണിക്ക് നല്ല മണം ഉണ്ടാവുമല്ലോ. അതിൽ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ അതും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബിരിയാണി ദം ചെയ്യാനായിട്ട് ഒരു കട്ടിയുള്ള നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് എടുത്തുള്ളത്. അതൊന്ന് അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഡാൽഡയും ഉരുക്കി വെച്ചതാണ്. അതൊന്ന് അടിയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ മുഴുവൻ ചിക്കൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെയിട്ട് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഒരു മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അടുത്തത് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. ഇത് നമ്മളുടെ 1/4 ടീസ്പൂൺ ബീഫ് മസാലയും 1/4 ടീസ്പൂണ് ബിരിയാണി മസാലയും അത് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. ഇത് ഡാൽഡയും സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തത് നേരത്തെ ബാക്കിയാണ്. അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ തന്നെ റൈസ് ഇട്ടിട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ മല്ലിയിലയും സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇങ്ങനെ മേലെ വിതറി കൊടുക്കുക. മസാല പൊടി കുറച്ചിട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലും ഡാൽഡയും കൂടിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ലെയറും കൂടി ഇതുപോലെ ചെയ്തിട്ട് ഇപ്പം നമ്മളുടെ 3 ലെയറും ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ബിരിയാണി മെല്ലെ ഇങ്ങനെ അമർത്തി കൊടുക്കണം.
അമർത്തി കൊടുത്തതിന് ശേഷം രണ്ട് അടിയിലേക്ക് നമ്മൾ ഒരു ഹോള് പോലെ അങ്ങനെ ഇട്ട് കൊടുക്കും. വേഗം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഇനി ദം ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കണം. ഇത് തീ കൂട്ടി വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ആവണം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി ദമ്മായിട്ടുണ്ടാവും. അപ്പൊ അതിന് മുന്നേ ഒരു വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ച് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടു. ഇപ്പൊ 15 മിനിറ്റിന് ശേഷമാണ് തുറന്നു നോക്കുന്നത്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി മേലെ നിന്ന് റൈസിനെ വേറെ മാറ്റിയിട്ട് അടിയിലാണ് ചിക്കൻ, അത് മാറ്റി വെക്കണം. ഇപ്പൊ നമ്മളുടെ റൈസിനെയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഒരു പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, എന്നാൽ പോലും നല്ല മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്